ഓക്കെ, ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാൻ 2. അതിൽ രണ്ട് അസസ്മെന്റ് നോക്കണം. ഒന്ന് അസസ്മെന്റ് 2020, 2021. അടുത്ത അസസ്മെന്റ് 2021, 2022 കേട്ടോ. അപ്പൊ ഏറ്റവും അത് കമ്പനികളുടെ അസസ്മെന്റ്. ഇപ്പൊ ഇൻഡിവിജ്വൽ, HUF, അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രസ്റ്റ്, അതുപോലെ ഒരു പേഴ്സൺ ആണ് കമ്പനി. ഞാനൊരു ഇമാജിനറി ഫിഗേഴ്സ് വെച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ടോട്ടൽ ഇൻകം 2,68,500. കമ്പനി ആകുമ്പോൾ കമ്പനിക്ക് സ്ലാബ് ഇല്ല, ഇൻഡിവിജ്വലിനെ പോലെ സ്ലാബ് ഇല്ല. ആദ്യം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന്റെ കാരണം 50,000 ഇമാജിനറി ആണ്. അപ്പൊ 10,000 കിട്ടി. കമ്പനി ആകുമ്പോൾ ഒരു ഫ്ലാറ്റ് റൈറ്റ് ആണ്, 25%. ഇൻഡിവിജ്വലിനെ പോലെ സ്ലാബ് അല്ല. ബാക്കി വരുന്ന ഇൻകം 2,18,500ന്റെ 25%. അപ്പോ 54,625. ഇപ്പൊ ടോട്ടൽ കിട്ടുക 64,625. പിന്നെ സെസ് 4%, അത് 2,585. ടോട്ടല് 67,210. ഇനി കമ്പനി ആകുമ്പോൾ ഇത് മാത്രം ചെയ്താൽ പോരാ. ഇത് 1961 ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് കണ്ടുപിടിച്ചു. ഇനി ആ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് തന്നെ കമ്പനിയുടെ അസസ്മെന്റ് രണ്ട് രീതിയിലാണ്. കമ്പനിയുടെ അസസ്മെന്റ് രണ്ട് രീതി വെച്ച് രണ്ട് രീതിയിൽ കമ്പനിയുടെ ഇൻകം ടാക്സ് കണ്ടുപിടിച്ചിട്ട് അതിലെ ഏറ്റവും വലുത് ഏതാണോ അതാണ് പേ ചെയ്യേണ്ടത്. ആദ്യത്തെ രീതിയാണ് ഇപ്പൊ കണ്ട്. രണ്ടാമത്തെ രീതിയാണ് PPT ഇപ്പൊ കാണുന്നത്. ആദ്യം ബുക്ക് ഓഫ് ടു ആണ്. അതിന് പ്രൊസീജിയർ ഇൻകം ടാക്സ് ആക്ടില് ആ പ്രൊസീജിയർ വെച്ച് ഞാൻ കണ്ടുപിടിച്ച് ഇമാജിൻ ചെയ്യുന്ന ഫിഗർ ആണ് 8 lakh. 18.5 ആണ് MAT. അപ്പൊ 8 lakhന്റെ 18.5 1,48,000. സെസ് 4%, 5,920. ടോട്ടല് 1,53,920. ഇനി ഈ എമൗണ്ട് ആണോ നേരത്തെ കിട്ടിയ എമൗണ്ട് ആണോ ഏതാ വലുത്? ഈ എമൗണ്ട് 1,53,920. അപ്പൊ അതാണ് ഇൻകം ടാക്സ് ആയിട്ട് കമ്പനി പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി രണ്ട് ഇയർ നമുക്ക് നോക്കണം. ഒന്ന് 2020-21, അടുത്ത 2021-2022. ഇപ്പൊ നമ്മൾ കണ്ട ഒരു അസസ്മെന്റ് ഡൊമസ്റ്റിക് കമ്പനിയുടെ ആണ്. കമ്പനിയുടെ കേസിൽ രണ്ട് കാര്യങ്ങളാണ്. ഡൊമസ്റ്റിക് കമ്പനിയുടെ ഉണ്ട്, ഫോറിൻ കമ്പനി ഉണ്ട്. ആദ്യം ഡൊമസ്റ്റിക് കമ്പനിയുടെ പഠിക്കണം. 2020-21 ഡൊമസ്റ്റിക് കമ്പനി ഉണ്ട്. പിന്നെ 2020-21 ഫോറിൻ കമ്പനി. പിന്നെ അസസ്മെന്റ് ഇയർ 2021-2022 ആ ഇയറില് ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി പഠിക്കണം കേട്ടോ. അപ്പോ ഇവിടെ 2020-21 കമ്പനിക്ക് 3 ഓപ്ഷനില് ആദ്യത്തെ ഓപ്ഷൻ 115BA. എല്ലാ ഡൊമസ്റ്റിക് കമ്പനിക്കും ഓപ്റ്റ് ചെയ്യാം. അപ്പൊ ഒന്നുകിൽ 25% വരും, അല്ലെങ്കിൽ 30% വരും. എപ്പോഴാണ് 25% വരിക? 2017-18 ടേൺ ഓവർ 400 crores വരെയാണ് 25%. അല്ല, 400 crores കൂടിയ 30%. ഇനി സർചാർജ് ഉണ്ട്. സർചാർജ് എങ്ങനെ? ടാക്സബിൾ ഇൻകത്തിന്റെ 7% നെറ്റ് ഇൻകം 1 കോടിക്കോ 10 കോടിക്കോ ഇടയ്ക്കാണെങ്കിൽ. ഇനി ഈ ടാക്സബിൾ ഇൻകം 10 കോടി കൂടിയ സർചാർജ് 12%. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. MAT എത്ര വരിക? 2020-2021 ഇപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക. പിന്നെ MAT കാണുക, രണ്ടും കൂടി കമ്പയർ ചെയ്യുക, വലുത് പേ ചെയ്യുക. MAT വെച്ച മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് അത് 15% ആണ് കേട്ടോ. 2020-21 15% ആണ്. അപ്പൊ ചോദിക്കും നേരത്തെ കണ്ട 18.5 അത് 19-20 20-21 15%. രണ്ട് കണ്ടുപിടിക്കുക, ഇതിൽ ഏതാണ് വലുത് അത് പേ ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ കമ്പനിക്ക് ഫോളോ ചെയ്യാൻ സെക്കൻഡ് ഓപ്ഷൻ 115BAA. ഇതെല്ലാ ഡൊമസ്റ്റിക് കമ്പനീസിനും ഇത് ഓപ്റ്റ് ചെയ്യാം. ഇത് ഓപ്റ്റ് ചെയ്ത 22% ആണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. സർചാർജ് ടാക്സ് 1 കോടി കൂടിയ 10%, സെസ് 4. അപ്പൊ ചോദിക്കും ഇതെല്ലാം മെച്ചം ചോദിക്കും. പക്ഷെ ഇത് നോക്കണം, ഇവിടെ ഒരു സബ്ജക്ട് നോട്ട് നമ്പർ 1 ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ 115BAA ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരു എക്സെപ്ഷനും കിട്ടില്ല, യാതൊരു റിഡക്ഷനും കിട്ടില്ല. 10AA അനുസരിച്ചുള്ള എക്സംഷൻ കിട്ടില്ല,
32(1)(2)A അനുസരിച്ചുള്ള അഡീഷണൽ ഡിപ്പോസിഷന്റെ കിട്ടില്ല. 32AD അനുസരിച്ചുള്ള റിഡക്ഷൻ കിട്ടില്ല. അതിൻ്റെയൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താ? 35AB അനുസരിച്ചുള്ള റിഡക്ഷൻ കിട്ടില്ല. 33AB അനുസരിച്ചുള്ള കിട്ടില്ല. 35(1)(2)(2A), 35(2AA), 35AD അതനുസരിച്ചുള്ള റിഡക്ഷൻ ഒന്നും തന്നെ കിട്ടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ 35CCC അത് കിട്ടില്ല. 35CCD അത് കിട്ടില്ല. ചാപ്റ്റർ 6A അതില് 80J അതില് 80JJ ഒഴികെയുള്ള ഒന്നും കിട്ടില്ല. ചാപ്റ്റർ 6Aല് 80JJAA ഒഴികെയുള്ള ഒന്നും കിട്ടില്ല. അപ്പൊ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇതൊക്കെ വേണ്ടെങ്കിൽ കമ്പനിക്ക് ഈ സെക്ഷൻ ഓപ്റ്റ് ചെയ്യാം. സെക്ഷൻ ഓപ്റ്റ് ചെയ്യാം 115BAA എന്ന സെക്ഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിറക്ഷൻ ഒന്നും തന്നെ കമ്പനിക്ക് കിട്ടില്ല. മാത്രമല്ല സാധാ ഡിപ്പോസിഷൻ കിട്ടും, പക്ഷെ അഡീഷണൽ ഡിപ്പോസിഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിത്തൗട്ട് ക്ലെയിമിങ് എക്സെപ്ഷൻ ആൻഡ് ഡിഡക്ഷൻ അതാണ് ഈ സെക്ഷൻ. അതുപോലെ തന്നെ ഇപ്പൊ കണ്ട ഡിഡക്ഷനും എക്സെപ്ഷനുമായി ബന്ധപ്പെട്ട സെറ്റ് ഓഫ്, അതുപോലെ കണ്ടോ വിത്തൗട്ട് സെറ്റ് ഓഫ് എനി ബ്രോട്ട് ഫോർവേഡ് ലോസ്. അപ്പൊ ഏതെങ്കിലും സെറ്റ് ഓഫ് അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് അതെല്ലാം ഈ ഡിഡക്ഷനും എക്സെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. ഈ കൊല്ലം കിട്ടില്ല, അടുത്ത കൊല്ലത്തേക്ക് മാറ്റാനും പറ്റില്ല. ഈ കൊല്ലം സെറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല, അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കാനും പറ്റില്ല. അപ്പൊ അതെല്ലാം ആലോചിച്ച് വേണം ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാൻ. ഈ 115BAA വേണോ അതോ നേരത്തെ പഠിച്ച സെക്ഷൻ വേണോ എന്ന കാര്യം. അടുത്ത കാര്യം നോക്കേണ്ട കാര്യം, ഇങ്ങനെ കമ്പനി ഓപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ കമ്പനി ഓപ്റ്റ് ചെയ്യണം. ഒരിക്കലും ഓപ്റ്റ് ചെയ്താൽ അത് വരുന്ന കൊല്ലങ്ങളിലും വരാൻ പോകുന്ന കൊല്ലങ്ങളിലും അപ്ലിക്കബിൾ ആവും. മറ്റൊരു സെക്ഷൻ കമ്പനികൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന മറ്റൊരു സെക്ഷൻ 115BAA ആണ് നേരത്തെ കണ്ടത്. അടുത്ത് 115BAB മൂന്നാമത്തെ സെക്ഷനാണ്. ഇതാണ് മൂന്നാമത്തെ സെക്ഷൻ 115BAB. 3 സെക്ഷൻസിൽ ഇഷ്ടമുള്ള കമ്പനിക്ക് ഓപ്റ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് 115BAA അവസാനിപ്പിക്കാം. 115BAA ഓപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മാറ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നേരത്തെ കണ്ട സെക്ഷൻ 115BA ഓപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ 15% മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് കണ്ടുപിടിച്ച അതാണോ, അതിന് മുന്നുള്ള ഇൻകം ടാക്സ് ആണോ വലുത്, അത് പേ ചെയ്യണം. എന്നാൽ 115BAA ഓപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് കണ്ടുപിടിക്കണ്ട, മാറ്റ് കണ്ടുപിടിക്കും വേണ്ട, കമ്പയർ ചെയ്യും വേണ്ട, വലുത് അടയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ എത്ര പെർസെന്റേജാ 22% ഇൻകം ടാക്സ് അടച്ചാൽ മതി. MAT ബുക്ക് പ്രോഫിറ്റ് കാണണ്ട, MAT കാണണ്ട, കമ്പയർ ചെയ്യണ്ട. മൂന്നാമത്തെ ഓപ്ഷൻ 115BAB. ഇത് എല്ലാ ഡൊമസ്റ്റിക് കമ്പനീസിനും കിട്ടില്ല. ന്യൂ മാനുഫാക്ചറിംഗ് ഡൊമസ്റ്റിക് കമ്പനീസിന് മാത്രം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കമ്പനികൾക്ക് നേരത്തെ കണ്ട 2 സെക്ഷനിൽ ഒന്ന് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ 115BAB ഇവിടെ ഇൻകം ടാക്സ് റേറ്റ് 15% ഉള്ളൂ. 1 കോടി കൂടിയ 10% ആണ് സർചാർജ് വരിക. സെസ് 4%. ഇനി ഇവിടെ ചില കാര്യങ്ങൾ നോക്കണം. എന്താ വെച്ചാൽ ന്യൂ മാനുഫാക്ചറിംഗ് ഡൊമസ്റ്റിക് കമ്പനി വെച്ചാൽ October 1, 2019 31 മാർച്ച് 2023 ഇടയിൽ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി ആരംഭിച്ച കമ്പനികൾ. നേരത്തെ കണ്ട പോലെ 115BAയിൽ കണ്ട ഒരു റിഡക്ഷനോ എക്സെപ്ഷനോ ഇവിടെയും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത് ഓപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ. അതുപോലെ 115BAയിൽ കണ്ട സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് ഇവിടെയും പറ്റില്ല കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ 115BABയിൽ ചില അഡീഷണൽ കണ്ടീഷൻ കൂടിയുണ്ട്. കമ്പനി നേരത്തെ ഉണ്ടായിരുന്ന കമ്പനിയുടെ സ്പ്ലിറ്റപ്പോ റീകൺസ്ട്രക്ഷനോ ആയിട്ട് ഉണ്ടായ കമ്പനി ആകാൻ പാടില്ല, പുതിയ കമ്പനി. അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന കമ്പനി ഉപയോഗിച്ചിരുന്ന പ്ലാന്റോ മെഷീനറിയോ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയ കമ്പനി ആയിരിക്കാൻ പാടില്ല. ഇതെല്ലാം ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ തീരുമാനിക്കണം ഈ ഓപ്ഷൻ. അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിലും അത് അപ്ലിക്കബിൾ ആവും. ഇവിടെയും മാറ്റ് വേണ്ട, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയും മാറ്റ് വേണ്ട. 115BAA 115BAB 2 സെക്ഷൻ ഓപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് വേണ്ട, ബുക്ക് പ്രോഫിറ്റ് കാണണ്ട, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് കാണണ്ട, താരതമ്യം ചെയ്യേണ്ട, പേ ചെയ്യേണ്ട. അപ്പൊ ഇതൊക്കെ വളരെ നീറ്റായിട്ട് കേൾക്കുക.
ഈ ചാപ്റ്ററിന്റെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ്, ഈ സബ്ജക്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.